ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 169 എപ്പിസോഡ്. തിരുവചന ജപമാലയാണെങ്കിലും സാധാരണ ജപമാലയാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഫാത്തിമ പ്രാർത്ഥന എന്നാണ് അതറിയപ്പെടുന്നത്. 1917 ഫാത്തിമയിൽ വെച്ച്, പോർച്ചുഗലിലെ ഫാത്തിമയിൽ വെച്ച് മറിയം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രാർത്ഥന ജപമാലയിൽ ചേർത്തത്. എന്ന് വെച്ചാൽ ഒരു 100 കൊല്ലത്തിനപ്പുറേ ആയിട്ടുള്ളൂ. ഈ മറിയത്തെ ബഹുമാനിക്കാനും വണങ്ങാനും ആദരിക്കാനൊക്കെ തുടങ്ങിയത് സഭയുടെ ആരംഭകാലം മുതലാണ്, തിരുവചനങ്ങളിൽ അടിസ്ഥാനമുള്ളതുകൊണ്ട്. പക്ഷെ ഓരോ പ്രാർത്ഥനകളും കൂട്ടിച്ചേർക്കപ്പെട്ടത് പല കാലയളവിലാണ്. ഈ പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷ അങ്ങേ സഹായം കൊണ്ട് ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന, ദയ, കരുണ, രക്ഷ, മാനസാന്തരം, മരിച്ചവരെ ഓർക്കുക, അത് സംസ്കാര ഭദ്രതയുള്ളവരെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ മരിച്ചവരെ ഓർക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ആ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രാർത്ഥന ഇരിക്കുന്നത്, അല്ലേ? മരിച്ചവരോട് നമ്മൾ പറയണം, നരകാഗ്നി ഞങ്ങളെ നരകത്തിലേക്ക് വിടരുത്. ഇനി നരകാഗ്നിയിൽ പോയില്ലെങ്കിൽ പോലും, സ്വർഗത്തിലേക്ക് പോയാൽ പോലും ഈ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ അത് പോരല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രാർത്ഥന കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല എപ്പിസോഡുകളായിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ തിരുവചന ജപമാലയാണെങ്കിലും സാധാരണ ജപമാലയാണെങ്കിലും ചൊല്ലുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അത് വളരെ നല്ല പാരമ്പര്യമാണ്. നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ അങ്ങനെ, അപ്പൊ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ കുടുംബം, നമ്മുടെ കുടുംബത്തിന്റെ ആ സംസ്കാര ഭദ്രതയും പ്ലസ് നമ്മൾ ഈ സഭ എന്നുള്ള കാഴ്ചപ്പാട്, വിജയസഭ, സമരസഭ, സഹനസഭ, ആ കാഴ്ചപ്പാട് അത് നമ്മൾ കൊണ്ടുവരികയും, കുടുംബം, സഭ തന്നെ ഒരു കുടുംബമാണ്. അതിൽ വിജയം വരിച്ചവരുണ്ട്, വിജയം വരിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, സമരം ചെയ്യുന്നവരുണ്ട്. ഇവരുമായിട്ടെല്ലാം താതാത്മ്യം പ്രാപിക്കുന്ന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ, സംസ്കാര ഭദ്രതയുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എന്തിനു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ചോദ്യം വരും. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന ചോദ്യം വരും. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം വരും. നമ്മൾ ആദ്യമേ ഓർക്കേണ്ടത്, ഇത് പഠിപ്പിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒരു പരിമിതിയുണ്ട്. മരണം എന്ന പുഴയുടെ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. മരണം എന്ന പുഴയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചില വെളിപാടുകൾ കിട്ടാതെ, ഈ മരണമെന്ന പുഴയുടെ അപ്പുറത്തുനിന്നുള്ള ചില വെളിപാടുകൾ ആശ്രയിക്കാതെ നമുക്കിതേക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ വെളിപാടുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്ന ചില സംഗതികൾ. ഈ ഹിന്ദു സഹോദരന്മാരിൽ ഒരു വിഭാഗം കരുതുന്നത്, മനുഷ്യർ മരിക്കുമ്പോൾ പ്രേതമായി തീരുന്നെന്നും. ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകളിൽ പ്രേതത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് പ്രേതം പേടിപ്പിക്കുന്നതും ഇപ്പോൾ പ്രേതങ്ങൾ പേടിപ്പിക്കാതെ ചിരിപ്പിക്കുന്നതുമായ പ്രേതങ്ങളാണ്. അപ്പോൾ പ്രേതമായി തീരുന്നെന്നും ശേഷക്രിയയിലൂടെ അതിനെ ആത്മാവാക്കി മാറ്റണമെന്നും വിചാരിക്കുന്നു ഹിന്ദുക്കളിൽ ഒരു വിഭാഗം. നമ്മൾ മരിക്കുമ്പോൾ പ്രേതമായി തീരുന്നു, ശേഷക്രിയകൾ മരണാനന്തര ക്രിയകളൊക്കെ നടത്തി ഈ പ്രേതത്തെ ആത്മാവാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിങ്ങനെ അലഞ്ഞു നടക്കും. അങ്ങനെയാണ് ഹിന്ദു സഹോദരന്മാരിൽ കുറെ പേരെങ്കിലും വിചാരിക്കുന്നത്. പ്രേതത്തെ ബന്ധിച്ചു കൊണ്ടുപോയി ചില ക്ഷേത്രങ്ങളിൽ തളച്ചിടുന്ന രീതിയൊക്കെ ചില ഹിന്ദു സമുദായങ്ങളിലുണ്ട്. വേറൊരു വിഭാഗം ഹിന്ദുക്കൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ എത്രയോ സിനിമകളിൽ വീണ്ടും ജനിക്കും, വീണ്ടും പുനർജനിക്കും എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇത് പുനർജന്മമാണെന്നൊക്കെ പറഞ്ഞുള്ള ആ ചിന്തകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. നരൻ നരിയായും പട്ടിയായും പന്നിയായും മറ്റും പുനർജനിക്കുമെന്നാണ് പറയുന്നത്. ഉയർന്നൊരു ജീവിയിലേക്ക് മാലാഖിയായി പുനർജനിക്കുമെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പഠനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഈ പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ പുനർജന്മം നല്ല കാര്യമല്ല. പുനർജന്മം എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. കാരണം മനുഷ്യൻ നരൻ നരിയായും പട്ടിയായും പന്നിയായും എന്ന് വെച്ചാൽ താഴ്ന്ന ജീവികളിലേക്കാണ് പുനർജന്മം എന്ന് പറയണേ. അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതൊരു ആത്മാവിന് സ്വയമേവ അമരത്വമുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ട് അതിങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഏതോ രാവണപ്രഭു എന്ന സിനിമയിലൊക്കെ പറയുന്നില്ലേ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി യാത്രയാകുന്നില്ല, ദേഹി ഇവിടെയുണ്ട്. അപ്പൊ ദേഹമില്ലാതെ ദേഹിക്ക് ഇല്ലേ സഞ്ചരിക്കാൻ പറ്റും, ദേഹം പോയാലും ദേഹി ഇവിടെയാണ് എന്നൊക്കെ
ദേഹമില്ലാതെ ജീവിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ആത്മാവിന് അവരത്തുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്തമില്ലാത്ത പുനർജന്മ ആവൃത്തി അല്ലേ, ഒരു റീഇൻകാർണേഷൻ സൈക്കിള്. പക്ഷേ ഇതിനകത്തും ഈ പ്രബോധനത്തിൽ ഞാനൊരു വലിയ കുറവ് കാണുന്നുണ്ട്. മനുഷ്യൻ മൃഗമായും മറ്റുമാണ് പുനർജനിക്കുമെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഈ മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഈ പുനർജനനം വടക്കേ ഇന്ത്യയിൽ തന്നെ ആയിരിക്കുമോ? അത് പാശ്ചാത്യ ദേശത്തോ ചൈനയിലോ ഒക്കെ ആണെങ്കിൽ പുനർജനിച്ചാൽ അവിടെയൊക്കെ പട്ടിയൊക്കെ റെസ്റ്റോറന്റ് ഭക്ഷണമായിട്ട് കിട്ടും. ചൈനയിലൊക്കെ പന്നിയായിട്ട് പുനർജനിച്ചാൽ, യൂറോപ്പിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും പന്നി പലയിടത്തും ഭക്ഷണമായിട്ട് കിട്ടും. പിന്നെ ഈ മൃഗങ്ങൾക്കെല്ലാം നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവ് പോലെ ആത്മാവുണ്ടോ? അപ്പൊ ഈ ആത്മാവ് ഇങ്ങനെ പുനർജനിക്കുന്നു പറഞ്ഞാൽ അവർക്കും ആത്മാവുണ്ടോ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ആത്മാവുണ്ടെങ്കിൽ കോഴിക്കും പിന്നെ മുയലിനും ഒക്കെ ആത്മാവുണ്ടോ? ആത്മാവുണ്ടെങ്കിൽ പിന്നെ അത് ഭക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ലക്ഷ്യം കണ്ടെത്താതെ ഇങ്ങനെ യഥാർത്ഥ കാലചക്രം പുനർജന്മത്തിലൂടെ അന്ധമായി ആവർത്തിക്കുകയാണെങ്കിൽ അതൊരു അത്ര നല്ല പ്രത്യയശാസ്ത്രമല്ല. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ഉണ്ടാകുന്ന നല്ല കാര്യം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നല്ല കാര്യമല്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്. ലോകം ഇങ്ങനെ കാലചക്രം എന്ന് നമ്മൾ പറഞ്ഞാലും കാലചക്രമാണോ? അല്ലല്ലോ. സമയം മുന്നോട്ട് പോകുകയല്ലേ. അപ്പോൾ അതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയല്ലേ പോകുന്നത്. സമയം മുന്നോട്ട് പോകുകയാണ്. കാലം ഇങ്ങനെ ചക്രമല്ല, തിരിഞ്ഞാൽ പോലും മുന്നോട്ടാണ് പോകുന്നത്. എല്ലാ ദിവസവും സൂര്യൻ ഒരേ സ്ഥലത്തല്ലല്ലോ ഉദിക്കുന്നത്, അല്ല. അപ്പോൾ ഈ കാലം ചക്രം എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ സങ്കല്പമാണ്. സമയം എന്ന് പറയുന്നത് ലീനിയറാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റാതെ, ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യം പോകാൻ പറ്റാതെ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങാണ് എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വ സർക്കിളാണെന്ന് പറഞ്ഞാൽ, അത് ദൈവം ഈ പ്രപഞ്ചത്തിന് നമുക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വിരുദ്ധമാകും. അതുകൊണ്ട് ഈ വിശ്വാസം അത്ര ശരിയല്ല. അവര് തന്നെ പറയുന്നത് പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പുനർജന്മം ഇല്ല. കാരണം പുനർജന്മത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് താഴ്ന്ന ജീവികളിലേക്കുള്ള ഒരു ജനനമായിട്ടാണ്, റീഇൻകാർണേഷൻ. അത് ശരിയാകില്ല. കാരണം അവയ്ക്കൊന്നും ആത്മാവില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നവും ഉണ്ട്. പ്രപഞ്ചത്തിലും ദൈവത്തിന്റെ വെളിപാടിനും ചേരാത്ത സംഗതികളുണ്ട്. ഈ കാലചക്രം എന്ന് പറഞ്ഞാൽ ചരിത്രം പുറകോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. ഒരു ബിബ്ലി അക്കാദമിയിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ക്രിസ്തുധർമ്മ പ്രവേശിക പേജ് 452 ഒക്കെ ഒന്ന് വായിക്കാം. 352 ക്രിസ്തുധർമ്മ പ്രവേശിക 352 പേജ്. അവിശ്വാസികൾക്ക് നരകവും വിശ്വാസികൾക്ക് പറുദീസായും എന്നാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത്. മരിച്ചതിന് ശേഷം വീണ്ടും ഭൗതികമായ ശരീരത്തിൽ ഉയർത്തുമെന്നൊക്കെ അവർ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഭൗതിക സ്വർഗത്തിലായിരിക്കുമെന്നും പലരും വിശ്വസിക്കുന്നു. അവിടെ ഓരോ മുസ്ലിം പുരുഷനും 70 കന്യകമാരെ ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരും അവരുമായി ലൈംഗിക ബന്ധം ഏർപ്പെടാമെന്നും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഒരു ഭൗതിക പറുദീസയാണ് സ്വർഗമെങ്കിൽ ഭൗതികമായതെല്ലാം നശിക്കില്ലേ? അപ്പൊ അത് നിത്യജീവനാകുമോ? അനശ്വര ജീവനാകുമോ? പിന്നെ സ്വർഗത്തില് ലൈംഗിക ബന്ധമൊക്കെ ഉണ്ടോ? അപ്പൊ അവിടെ ദുഃഖം ഉണ്ടാകില്ലേ? സന്തോഷമുള്ളതുപോലെ ദുഃഖമില്ലേ ലൈംഗിക ബന്ധത്തില്? അപ്പൊ സ്വർഗമാകുമോ? ഭൗതികമായതെല്ലാം നശിക്കില്ലേ? അപ്പൊ ഒരു ഭൗതിക സ്വർഗമാണെങ്കിൽ അത് നശിച്ചു പോകില്ലേ? അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഒരു പുരുഷന് 70 ഹൂറിമാര്, കന്യകമാര് ഗ്യാരണ്ടീഡ്. അപ്പോ സ്ത്രീകൾക്കോ? സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടം പോലെ കിട്ടുമോ? അങ്ങനെ സമത്വമില്ലാത്തൊരു സ്വർഗമാകുമോ? അവിടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും ആയിരിക്കില്ലേ? ഈ ലിംഗവിവേചനമുള്ള ഒരു സ്വർഗമാകുമോ? സ്ത്രീകള് പുരുഷന്മാർക്ക് ആസ്വദിക്കാനുള്ള ലൈംഗിക ഉപകരണമായി കണക്കാക്കുന്ന ഒരു സ്വർഗമാകുമോ? എത്രയോ വിചിത്രവും വികലവുമായ ഒരു തത്വചിന്തയാണത്. സ്വർഗത്തിലെ പോലും ലിംഗവിവേചനം. അവിടെയും പുരുഷന് ഇല്ലേ, ഒരു പുരുഷന് 70 കന്യകമാര്, ഒരു കന്യയ്ക്ക് 70 പുരുഷന്മാര് പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ അത് എന്തോന്ന് സ്വർഗമാണത്? അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയല്ല. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അല്പം ലോജിക്ക് വേണമല്ലോ.
ഇല്ലേ, കുറച്ചെങ്കിലും ലോജിക്ക് വേണ്ടേ? വിശ്വാസത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞാലും വിശ്വാസം ലോജിക്കലായിട്ട് അവതരിപ്പിക്കണം. അതിന് ദൈവശാസ്ത്രം എന്ന് പറയണേ. അപ്പോൾ ഇത് തീർത്തും വികലമായ പ്രത്യയശാസ്ത്രങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ആ മതത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ പറയുന്നത്, ആ പ്രബോധനത്തിലുള്ള അബദ്ധം കൊണ്ടാണ്. അതിനാൽ ഭൗതികമായ ഉത്ഥാനത്തിലും ഭൗതികമായ സ്വർഗത്തിലുമുള്ള വിശ്വാസമല്ല ക്രിസ്ത്യാനികൾക്കുള്ളത്. ക്രിസ്ത്യാനികൾക്ക് അത് സ്വീകാര്യവുമല്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്തെന്ന് അവർ കേൾക്കട്ടെ, നമ്മുടെ മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും കേൾക്കട്ടെ. എന്നിട്ട് ഒരു പക്ഷേ അവർക്ക് ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അവർക്കിത് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഏക ആളാണ് യേശു. മറ്റവതാരങ്ങളെ പോലെയല്ല. മറ്റവതാരങ്ങൾ പലരും മറ്റൊരാൾ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കൊലപാതകം മുഴുവൻ തന്നിലേക്ക് തന്നെ, അക്രമം മുഴുവൻ തന്നിലേക്ക് തന്നെ എടുത്ത് മനുഷ്യർ നീതീകരിക്കാൻ വന്ന ഒറ്റ ആളേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഏക വ്യക്തിയായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, മറിച്ച് അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും. അപ്പോൾ മർക്കോസ് 12:25. ചുരുക്കത്തില് നമ്മുടെ ഇടയിൽ നമ്മൾ കേൾക്കുന്ന, സിനിമയിൽ കാണുന്ന, നമ്മുടെ സഹോദരന്മാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് സ്വീകാര്യമല്ല. അതിന് കാരണം കർത്താവീശോമിശിഹ തന്നെ വെളിപ്പെടുത്തിയതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാഭാവികമെന്ന് ചോദിക്കാം, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ എന്താണ്, ക്രിസ്ത്യാനികൾ എന്താണ് വിശ്വസിക്കുന്നത്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്, പല വിഷയങ്ങളും ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നവര് ഒരു ത്രെഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. മുൻപത്തെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നു, ഇടയ്ക്ക് വന്ന് കയറി കാണുകയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല, വിഹലതയോ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തൊട്ട് ചർച്ച ചെയ്യാം. ഏതായാലും സംസ്കാര ബദ്ധതയുള്ളവരുടെ ലക്ഷണമാണ് നമ്മിൽ നിന്ന് പ്രിയപ്പെട്ട പകരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. മരിച്ചവരൊന്നും മരിച്ചിട്ടില്ല, അവരെല്ലാം ജീവനോടെ ഇരിക്കുകയാണ് എന്ന് ലൂക്കാസൻ സുവിശേഷം 20:38 കർത്താവ് പറഞ്ഞത് നമുക്ക് ഓർക്കും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.